ഗൈസ് എടുത്തോ പിടിച്ചൊന്നും പറഞ്ഞ് ഒരു പ്ലാനിങ്ങും ഇല്ലാണ്ട് നമ്മൾ 2 ദിവസം കൊണ്ടൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടോ. അതുകൊണ്ട് തന്നെ മുന്നേ കൂട്ടി ഒരു സാധനവും നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് ടൈമൊക്കെ കിട്ടായിരുന്നെങ്കിൽ നമുക്ക് ഓൺലൈനൊക്കെ പർച്ചേസ് ചെയ്യായിരുന്നു. ഇത് അതിനുള്ള ടൈമൊന്നും കിട്ടിയില്ല. 2 ദിവസം കഴിയുമ്പോൾ നമ്മൾ ട്രിപ്പ് പോകാമായിരുന്നു. അതുകൊണ്ട് ഒരു ദിവസം കൊണ്ടാണ് കേട്ടോ ഞങ്ങൾ എല്ലാ പർച്ചേസും കംപ്ലീറ്റ് ആക്കിയത്. എറണാകുളത്ത് ഇനി കയറാൻ ഒരു കടയും ബാലൻസ് ഉണ്ടായിരുന്നില്ല. നമ്മളെല്ലായിടത്തും കയറി അരിച്ചു പെറുക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. സ്റ്റുഡിയോയിലൊക്കെ സെയിൽ നടക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് പകുതി ഡ്രസ്സ് കുട്ടൂന് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റി. ഞാൻ കൂടുതലും മാക്സ്, ട്രെൻഡ്സ് അങ്ങനെയുള്ള കടകളിൽ നിന്നാണ് എടുത്തത്. കാരണം ഇവിടെ സെയിൽ നടക്കുന്നതുകൊണ്ട് എല്ലാം ഇങ്ങനെ മിക്സ് ആക്കി ഇട്ടേക്കായിരുന്നു. പിന്നെ എൻ്റെ സൈസിനൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് സ്റ്റുഡിയോന്നൊന്നും എടുത്തില്ലായിരുന്നു. എന്നാലും നമുക്ക് ഇഷ്ടപ്പെടുന്നത് എല്ലാ കടയിൽ നിന്നും ഓരോന്നും ഇങ്ങനെ പിക്ക് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ഏറ്റവും ലാസ്റ്റ് ഈസി ബൈയിലും കൂടി കയറിയിട്ടുണ്ടായിരുന്നു. അതൊരു പുതിയ ഷോപ്പ് ഓപ്പൺ ആക്കിയേക്കുന്നതാണ് സൗത്ത് കളമശ്ശേരിയുടെ അവിടെയായിട്ട്. അവിടെയും നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്തായാലും നമ്മൾ മുന്നേ കൂട്ടി പ്ലാൻ ചെയ്ത് പർച്ചേസ് ചെയ്ത് പോകുന്നതിനേക്കാളും അടിപൊളിയായിരുന്നു കേട്ടോ. 2 ദിവസം കൊണ്ട് പ്ലാൻ ചെയ്ത് ഒരു ദിവസം കൊണ്ട് പർച്ചേസ് ചെയ്ത് ട്രിപ്പ് പോകുന്നത്, അത് ഞങ്ങൾക്ക് വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ബൈ നമ്മൾ എങ്ങോട്ടേക്കാണ് പോകുന്നത് പറഞ്ഞില്ലല്ലോ അല്ലേ. നമ്മൾ തായ്ലൻഡിലേക്കാണ് ട്രിപ്പ് പോകുന്നത്. അപ്പോൾ വരും വീഡിയോസിൽ നമുക്ക് തായ്ലൻഡ് വിശേഷങ്ങളായിട്ട് കാണാം. അപ്പോൾ അതുവരേക്കും ബൈ.